യുവജന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഓണാഘോഷത്തോടും വാർഷികത്തോടനുബന്ധിച്ച് കൈകൊട്ടിക്കളി ഉദ്ഘാടനം ഞാനാണ്. ഇത് എഴുകോണാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഏകദേശം വെട്ടിക്കുറയുന്ന ഒരു 15-16 കിലോമീറ്ററോളം വരും. ഞാൻ വൈകിട്ട് 6 മണിക്കാണ് ഉദ്ഘാടനം. ബൈജു എൻ്റെ അവിടെ റോഡ് വരെ വന്നു. ഞാൻ എൻ്റെ കാറിലല്ല പോയത്, സജിയുടെ താർ വണ്ടിയിലാണ് പോയത്. താറിൽ അവിടെ സമയത്ത് തന്നെ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നു. അപ്പോൾ എന്നോടൊപ്പം വിശിഷ്ട അതിഥിയായിട്ട് ബാബു സുജിത്തും ഉണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയും ചാനലിലൂടെയൊക്കെ ബാബു ആൻ്റണിയുടെ അവരനായി ശ്രദ്ധിക്കപ്പെട്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ചെയ്യുന്ന ബാബു സുജിത്തും ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ ഞങ്ങൾ അവിടെ ചെന്ന വികാസാണ് എന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വിളിച്ചത്. എഴുകോണിൽ ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ജനം ഉണ്ടായിരുന്നു. വൻ ജനവലിയായിരുന്നു. അതുപോലെ തന്നെ വലിയൊരു സ്റ്റേജിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അവിടെ വന്ന് കൃത്യം ഒരു 6:30 കൂടി തന്നെ എൻ്റെ ഉദ്ഘാടനം ആരംഭിച്ചു. ഞാൻ നിലവിളക്ക് കൊളുത്തി ആ ഒരു പ്രോഗ്രാമിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഒരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഇതുപോലുള്ള ഓരോ ചടങ്ങുകളിലേക്ക് നമ്മൾ ക്ഷണിക്കുക എന്നുള്ളത്. അതിന് എന്നെ ഇവിടെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട ഈ ക്ലബിൻ്റെ ഭാരവാഹികളോടും സുഹൃത്തുക്കളോടും എല്ലാം നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു തിരി തെളിച്ചതിന് ശേഷം അവരുടെ ഒരു പ്രോഗ്രാം കാണുകയുണ്ടായി. ഒരു ഡാൻസേ കണ്ടുള്ളൂ. അതിന് ശേഷം എനിക്ക് തിരിച്ചു പോകണമായിരുന്നു. ആ പ്രോഗ്രാം കുറച്ച് സമയം കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഞങ്ങളവിടുന്ന് പോയി. നല്ല പ്രോത്സാഹനമുള്ള ഒരു സദസ്സായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ ക്ലബ്ബ് ഭയങ്കര ഒരു പ്രശസ്തമായ ക്ലബ്ബാണ്. അവർ എല്ലാ വർഷവും വളരെ വിശാലമായ പരിപാടിയാണ്. കാരണം വടംവലി മത്സരങ്ങളുണ്ട്, അതുപോലെ സൂപ്പർ ഹിറ്റ് ഗാനമേളയുണ്ട്, പല പ്രോഗ്രാമുകളാണ് ഈ ക്ലബ്ബ് ഓണാഘോഷത്തോടൊക്കെ അനുബന്ധിച്ച് നടത്തുന്നത്. വളരെ സന്തോഷമാണ് ഇതുപോലൊരു ചടങ്ങിൽ ഇവിടെ പങ്കെടുക്കാൻ കഴിയുന്നതിൽ. കുറച്ച് സമയം ആ പ്രോഗ്രാം കണ്ടതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ പോകുന്നതിന് മുമ്പ് കമ്മിറ്റി ഭാരവാഹികളോടൊക്കെ ഒരു നന്ദി അറിയിച്ചതിന് ശേഷം അതൊക്കെ ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് പോയി. ഒരുപാട് അംഗങ്ങളൊക്കെ ഉള്ളൊരു ക്ലബ്ബാണ് കേട്ടോ. അതുപോലെ തന്നെ അവരുടെ സഹകരണം കൊണ്ടാവാം ഇത്രയും വിജയിച്ച് ഈ പ്രോഗ്രാമുകളെല്ലാം അവർ നടക്കുന്നത്. വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനുശേഷം നേരെ പുറത്തോട്ട് വന്നപ്പം അടുത്തൊരു മത്സരിക്കാൻ വേണ്ടിയുള്ള ടീമുകളൊക്കെ വന്നിരിക്കുന്നത് പോരയിടത്തുള്ളൊരു ടീമാണ്. അപ്പോൾ അവരുടെ അടുത്ത് വെച്ച് ചേട്ടാ ഒരു ഫോട്ടോ എടുത്തോട്ടെ. സന്തോഷമേ ഉള്ളൂ. അവരോടൊപ്പം ഒരു ഫോട്ടോയ്ക്ക് പോസൊക്കെ ചെയ്തു. ഏകദേശം 13ഓളം ടീമുകളാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്നും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ടീമുകളാണ്. 13ഓളം ടീമുകളാണ് ഈ ഒരു കൈകൊട്ടിക്കളി മത്സരത്തിന് വേണ്ടി എഴുകോൺ എത്തിയിരിക്കുന്നത്. നല്ല ക്യാഷ് പ്രൈസൊക്കെയാണ് ഇവർക്ക് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഞാൻ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. മറ്റു പ്രശ്നങ്ങൾക്കൊന്നുമല്ല കേട്ടോ. എൻ്റെ പ്രിയ സുഹൃത്താണ് എഴുകോൺ പോലീസ് സ്റ്റേഷനിലെ SHO ശ്രീ സുധീഷ് കുമാർ. സുധീഷ് സാറിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. കാരണം ഞാൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതിന് തൊട്ടടുത്താണ് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ സുധീഷ് സാറും ഒരു നല്ലൊരു കലാകാരനാണ്. അതുപോലെ തന്നെ സാറ് വളരെ മനോഹരമായി കവിതകളൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ സാറ് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ഞാനും സുധീഷ് സാറും തമ്മിൽ. അപ്പോൾ അദ്ദേഹത്തെ സ്റ്റേഷനിൽ കയറി അദ്ദേഹത്തോടൊപ്പം അല്പസമയം ചിലവഴിച്ചു. സാറ് അധ്യാപകനായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം പോലീസ് സർവീസിലേക്ക് പ്രവേശിച്ചത്. എഴുകോൺ SHO ആയിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്നത്. അപ്പോൾ സാറുമായി അല്പസമയം ചിലവഴിച്ചതിന് ശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം.